കൊച്ചി പുറംകടലിൽ MSC എൽസ 3 കപ്പലും അതിന്റെ കണ്ടെയ്നറും ഒക്കെയായി മറിഞ്ഞതിന് പിന്നാലെ അതായത് മത്സ്യം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പോൾ അത് മത്സ്യമേഖലയെ ബാധിക്കുമെന്നുള്ളൊരു വിഷമമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വിഷമിക്കേണ്ട അത്തരത്തിൽ പേടിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് നാട്ടുകാർക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ധനമന്ത്രി തന്നെ കറിവെച്ച മീനുണ്ട്, പൊരിച്ച മീനുണ്ട്, മീനെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് പാരയുണ്ട്, വേളാപ്പാരയുണ്ട്, ചെമ്പല്ലി ഉണ്ട്, കണമ്പുണ്ട്, അതായത് കണവയുണ്ട്, വിവിധമായിട്ടുള്ള മീനുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കറിവെച്ച മീനുണ്ട്, പൊരിച്ച മീനെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ധനമന്ത്രി ബാലഗോപാലായിരിക്കും ആളുകളുടെ ആ ഒരു പേടി മാറ്റാനായിട്ട് ആദ്യം എന്താണ് ആളുകൾ ഇപ്പോൾ പലതരത്തിൽ ഇത്തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഒരു പേടിയാണ് മൊത്തത്തിൽ അത് പേടിയൊക്കെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. മത്സ്യം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. വാസ്തവത്തിൽ ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. എന്നാലും ഒരു പ്രചരണം മത്സ്യത്തിന് ഇങ്ങനെ എന്തോ കുഴപ്പമാണെന്നുള്ള തരത്തിലാണ്. മത്സ്യത്തിന് കുഴപ്പമുണ്ടെങ്കിൽ മത്സ്യം ജീവനോടെ ഇങ്ങനെ നീന്തി എല്ലാവരും നടക്കത്തില്ല. ഒരൊറ്റ മത്സ്യവും ചത്തു പൊങ്ങിയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല അത്രയും വലിയൊരു അപകടം എന്ന് വെച്ചാൽ കെമിക്കലൊന്നും ഉള്ള ഒരു അപകടമല്ല. എന്നാലും ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്. മത്സ്യം കഴിച്ച് ആളുകൾ മത്സ്യം കഴിക്കുന്നത്, അത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യം വരുന്നത്. മത്സ്യഫെഡിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭരണ കേന്ദ്രമാണ് ഇവിടെ. അപ്പോൾ അവിടെ ഇവർ മത്സ്യം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സംഭവം വറുത്തതൊക്കെ വന്നിട്ടുണ്ട്, ബാക്കി വേവിച്ച കറി വന്നിട്ടുണ്ട്, ബാക്കി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടിയുടെ ഭാഗമാണ്. നിങ്ങൾക്കെല്ലാം കഴിക്കാം, നമുക്കെല്ലാം കഴിക്കാം, അവരെല്ലാം ഉണ്ട്. അതാ ശക്തികുളങ്ങരയിലെ ഈ മത്സ്യഫെഡിന്റെ സംഭരണശാലയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മത്സ്യഫെഡിന്റെ ചെയർമാൻ ചേരുന്നുണ്ട്. അപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, പക്ഷേ ഇതോടുകൂടെ എല്ലാം അങ്ങ് മാറി. നമ്മുടെ സംസ്ഥാനത്ത് 2 ദിവസക്കാലമായി അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ പ്രചരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. അപ്പോൾ അത് പിന്നെ മത്സ്യസമ്പത്തിനെയോ മത്സ്യങ്ങളെയോ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടും കടലിൽ വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലേക്കുള്ള കുപ്രചരണങ്ങളും തെറ്റായ വിവരങ്ങളും ബോധപൂർവ്വം പ്രേരിപ്പിക്കുകയാണ് ചില ആളുകൾ. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് മത്സ്യഫെഡ് ഇന്നിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മത്സ്യഫെഡിൻ്റെ കൊല്ലം ജില്ലയിലെ അന്തിപ്പച്ച വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഫിഷ് മാർക്കറ്റിൽ പോകുന്ന മത്സ്യങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രമാണ് ഇത്. ഇവിടെ തന്നെ ഇത്തരത്തിലേക്ക് ഇന്ന് കടലിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യങ്ങളാണിതെല്ലാം. ഇന്ന് കടലിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യങ്ങളാണ്. ബോട്ടുകൾ ഇനിയും കടലിൽ കിടപ്പുണ്ട്. ആ മത്സ്യങ്ങൾ തന്നെ കറി വെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകാരും ഇവിടുത്തെ എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് പങ്കുവെച്ച് കഴിക്കുന്ന ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. പീറ്ററേട്ട എന്താണ് അപ്പം മൊത്തത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു ആശങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയാണ്? അല്ല, ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാരണമാണ് ഈ മത്സ്യത്തിനെ സംബന്ധിച്ച് പറയുന്നത്. മത്സ്യത്തെ ഞങ്ങൾ കഴിക്കുന്നതിന് ഞങ്ങൾ വളരെ വിശ്വാസത്തോടെ തന്നെ കഴിക്കുകയാണ്. ഈ മത്സ്യത്തിൽ യാതൊരു വിധമായ പറയുന്ന തരത്തിലുള്ള ഭയപ്പെടുന്ന കാര്യങ്ങളും ഇല്ല. ഇത് ഞങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ആ വിശ്വാസം പുറപ്പെടുവിക്കാം. കാരണം ഇത് നമ്മൾ കഴിക്കുന്നതിന് ഇത് നമ്മുടെ അപ്പോൾ ഇത് എല്ലാവർക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. അത് ചെയർമാനും കഴിക്കാം. ഇന്നലെയും കഴിച്ച് ഞങ്ങൾ ഇന്നും കഴിക്കും, നാളെയും കഴിക്കും. ഈ മത്സ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇത് തെറ്റിദ്ധാരണ പരത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ പിടിച്ച് ഇവിടെ തന്നെ സംഭരിക്കുന്ന മീനാണ്, പേടിക്കേണ്ട ഒന്നുമില്ല. ഞാനും കഴിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള ആളുകളെല്ലാം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ആശങ്കയുടെ യാതൊരു സാഹചര്യവുമില്ല. വളരെ ധൈര്യത്തോടുകൂടെ ധൈര്യപൂർവ്വം ഈ മത്സ്യം കഴിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്, ഒരു ബോധവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു തരത്തിലും പേടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.